മലൈക്കോട്ടെ വാലിബൻ വാലിബൻ വരുന്നു പറഞ്ഞിട്ട് അവസാനം ഇന്ന് വാലിബൻ എത്തി. രാവിലെ 10:30 ഷോ പോയിട്ട് കണ്ടു. ഫാൻ ഷോക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫാൻ ഷോക്ക് പോകാൻ കഴിയില്ല. എനിവേ ഫസ്റ്റ് ദിവസം തന്നെ പടം കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ബിക്കോസ് നമ്മൾ ഒരുപാട് ഒരു വർഷത്തോളം കാത്തിരുന്ന അണിയറ പ്രവർത്തകരും മോഹൻലാലും ലിജോവും ബാക്കി പ്രേക്ഷകരും ഒക്കെ ഒരു വർഷത്തോളം കാത്തിരുന്നു. അവസാനം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂകളും കാര്യങ്ങളും പോസ്റ്റുകളും ഒക്കെ കണ്ട് വൻ എക്സ്പെക്ടേഷനോട് കൂടി പോയ ഒരു കണ്ട പടം തന്നെയാണ് വാലിബൻ. നമ്മൾക്ക് എക്സ്പെക്ടേഷൻ വെക്കണ്ട എന്ന് പറഞ്ഞാലും നമുക്ക് എക്സ്പെക്ടേഷൻ വരും. അത് സാധാരണ പ്രേക്ഷകർക്ക് ഒരു സിനിമ ഇത്രയും ഹൈപ്പുള്ള ഒരു സിനിമ റിലീസാവുന്ന സമയത്ത്, അത് ലാലേട്ടന്റെ പടം റിലീസാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എക്സ്പെക്ടേഷൻ ഇല്ലാതെ ഈ സിനിമ കാണാൻ പറ്റൂല. സോ ആ എക്സ്പെക്ടേഷൻ കൊണ്ട് തന്നെയാണ് ഞാൻ പോയത്. പക്ഷെ ഞാൻ ഒരു റിവ്യൂസും റെസ്പോൺസും ഒന്നും നോക്കിയിട്ടില്ല. സോ ഡയറക്റ്റ് സിനിമക്ക് കയറി. എൻ്റെ വൈഫ് കൂടി ഉണ്ടായിരുന്നു. സോ ആക്ച്വലി ഇതിന്റെ ഫസ്റ്റ് സീൻ, അതായത് ഫസ്റ്റ് ഫ്രെയിം ഉണ്ടല്ലോ, ആ ഫ്രെയിമും അതൊരു 15 സെക്കൻഡ് 20 സെക്കൻഡ്സ് ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ഫ്രെയിമാണ് ഫസ്റ്റ് ഫ്രെയിം. ആ ഫസ്റ്റ് ഫ്രെയിം കഴിഞ്ഞിട്ട് ദെൻ അഗെയിൻ രണ്ടാമതൊരു ഫ്രെയിമിലേക്ക് പോകുന്നു. അവിടെ കുറച്ച് രണ്ട് ഡയലോഗുകൾ, ഒരു കഥാപാത്രം ഡയലോഗ് പറയുന്നത് വളരെ ലോങ് ഷോട്ടാണ്. ഈ രണ്ട് ഷോട്ടുകളും കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ എവിടെയോ ഒരു മനസ്സിലൊരു ഇത് തോന്നി. ഇത് സംതിങ് ഡിഫറെന്റ് ആയിട്ട്, വളരെ ഡിഫറെന്റ് ആയിട്ട്, മേ ബി ഇഷ്ടപ്പെടാതിരിക്കാം, എടുക്കുന്ന ഒരു പടമാണ്. ബിക്കോസ് ഒരു പക്ക ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു സിനിമ, ഒരു രണ്ട് ഫ്രെയിമുകളാണ് ഞാൻ തുടക്കത്തിൽ കണ്ടത്. ബിക്കോസ് ഭയങ്കര സ്ലോ ആണ് സംഭവം. ഒരു ക്ലാസിക് ഒരു അവാർഡ് സിനിമ കാണുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നി ഫസ്റ്റ്. ചില ക്ലാസിക് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. സോ അത്തരത്തിലേക്ക് രണ്ട് ഫ്രെയിമുകൾ കൂടുമ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു നിരാശ തോന്നി. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് കൊണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ ലാലേട്ടന്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ലാലേട്ടന്റെ ഇൻട്രോ എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോ എത്ര ക്ലാസിക് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ പ്രതീക്ഷിക്കൂലേ ലിജോ ചേട്ടാ, ഒരു ലാലേട്ടന്റെ ഇത്രയും ഒരു ഭയങ്കരമായ ഒരു മലക്കോട്ടെ വാലിബന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ലാലേട്ടന്റെ ചെറിയൊരു ആ മുഖം കാണിക്കുമ്പോഴെങ്കിലും നമുക്കൊരു ഒരു കൈയടിക്കാനുള്ള, ഒരു വിസിലടിക്കാനുള്ള സ്കോപ്പ് തരാമായിരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഇൻട്രോ ഇസ് ഓക്കെ, ഒരു ആവറേജ് ഇൻട്രോ. ലൈക്ക് ഫസ്റ്റ് ഒരു സീൻ കാണിക്കുന്നുണ്ട്, അത് കാണിക്കുന്ന സമയത്ത് യെസ് ഓക്കെ, ബട്ട് ലാലേട്ടന്റെ മുഖം കാണിക്കുമ്പോൾ ആ ഒരു ഇൻട്രോ ഫീൽ ഒന്നുമില്ല. ദെൻ നമ്മൾ ഉദ്ദേശിച്ച ആ ഫൈറ്റിലേക്ക് പോകുന്നു. ഫസ്റ്റ് ഫൈറ്റ് ആണ്. ആ ഫൈറ്റ് കാണുന്ന സമയത്തും ദർ ഇസ് നത്തിങ് ലൈക്ക് അങ്ങനെ ഒരു വലിയൊരു അമാനുഷിക ഒരു ഫൈറ്റോ കാര്യങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടില്ലാത്ത ഫൈറ്റ് സ്റ്റെപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അതും ഒരു ആവറേജ് ഫൈറ്റ് ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഇതുവരെ സിനിമയിൽ കാണാത്തൊരു ഫൈറ്റ് ഒന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. ലൈക്ക് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഉള്ള ഒരു ഫൈറ്റ് മാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റർവെല്ല് വരെ ലൈക്ക് ഒരു സ്ലോ പടം. ഇടക്ക് ഒരു പാട്ട് വരുന്നുണ്ട്, സ്റ്റേജിന്റെ കോമഡി എന്ന് ഉദ്ദേശിക്കുന്ന പോലെ ചെയ്യുന്നു. പാട്ട് വരുന്നു, ഒരു നായിക ഇവിടുന്ന് വരുന്നു, നായികയുടെ കുറെ ഡയലോഗ് എന്നെല്ലാം പറഞ്ഞാൽ നാടകത്തിൽ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന ഡയലോഗ് ഇല്ലേ, അത് എഴുതി കൊടുക്കുന്ന ഡയലോഗ് നമ്മൾ എങ്ങനെ സ്ക്രീനിൽ പറയും, അതേപോലെയുള്ള ഡയലോഗ് ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തു. ഒരു ബാല കാണുന്ന പോലെ, ഒരു നാടകം, ഒരു സ്റ്റേജിൽ കാണുന്ന പോലെ ഒരു കളർഫുൾ നാടകം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലായിരുന്നു ആ പടത്തിന്റെ ഇന്റർവെല്ല് വരെയുള്ള പോക്ക്. സീനായാലും അത് കഴിഞ്ഞ് ഇന്റർവെല്ലിന് മുമ്പൊരു ഫൈറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിലെങ്കിലും ഒന്ന് നല്ലൊരു ഫൈറ്റ് കാണാം എന്ന് വിചാരിച്ചത് അവിടെയും നിരാശപ്പെടുത്തി എന്നെ. ലിജോസ് പല്ലിശ്ശേരി എങ്ങനെയാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള ഫൈറ്റ് സീനുകളൊക്കെ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന മൂപ്പർക്ക് തോന്നിയോ എന്നുള്ള എനിക്ക് ഡൗട്ടാണ്. പ്രേക്ഷകരെ അങ്ങനെ മണ്ടന്മാരാക്കാൻ പറ്റൂ എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് ഇത്രയും വലിയൊരു പടം, ഇത്രയും മാസ്മരിക ലെവലിൽ എടുത്തു വരുന്ന പടം സമയത്ത് ഇത്രയും ക്ലാസിക്കിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ, അത്രയും സ്ലോ വേർഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സീറ്റ് ഇരുന്ന് കാണും? എൻ്റെ അടുത്ത് മറ്റേ സീനൊക്കെ ഉണ്ട്, ഇത് എവിടെയായി? അത് അപ്പുറത്ത് ആരാ, ഇപ്പുറത്ത് ദേവി, ഇപ്പുറത്ത് മലൈക്കോട്ടെ വാലിബൻ എന്നൊക്കെ പറഞ്ഞ സീനൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. സോ അത്തരത്തിലേക്ക് കുറെ സീൻ ഇന്റർവെല്ല് വരെ ഞാൻ പറഞ്ഞില്ലേ എഴഞ്ഞു നീങ്ങുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കൈയടിക്കാനുള്ള ഒരു സ്കോപ്പും ലിജോ തന്നിട്ടില്ല. ലാലേട്ടൻ എപ്പോഴും നമ്മൾ സ്കോർ ചെയ്യുന്ന പോലെ ലാലേട്ടൻ ആ കഥാപാത്രത്തിൽ കറക്റ്റായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പടം കുറച്ച് മാസ് ലെവലിൽ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഈ ക്ലാസിക് ഇത് വിട്ടിട്ട്, ഈ പരിപാടി വിട്ടിട്ട് നല്ലൊരു മാസ് സംഭവം തന്നെ എടുത്ത് നമുക്ക് പ്രേക്ഷകന് തന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു അടാറ് തീ ഐറ്റം ആവട്ടെ. ബിക്കോസ് ഇതിന് മാസും ഇല്ല, ക്ലാസ്സും ഇല്ല, നമുക്ക് ക്ലാസ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല.
ഐം സോറി, ഞാൻ ഭയങ്കര ലാലേട്ടന്റെ വലിയൊരു ഫാനാണ്. ലാലേട്ടൻ ഈ പടം ശരിക്കും ഞാൻ പറഞ്ഞ ഒരു പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു പടം ആവണേ, ഈശ്വര പോസിറ്റീവ് റെസ്പോൺസ് വരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് കയറിയത്. പക്ഷെ 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വളരെ നിരാശയോടെയാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. സോ ഇന്റർവെല്ലിൽ വരെ ഞാൻ പറഞ്ഞു, ഇന്റർവെല്ലിന് ശേഷം ഇന്റർവെല്ല് ആവുന്ന സമയത്ത് ആ ഒരു പ്ലോട്ടിൽ നമുക്കൊരു ചെറിയൊരു ഫീല് തരുന്നുണ്ട്, ഇനി അങ്ങോട്ട് പടം ഒന്ന് കയറി കൊളുത്തും എന്ന രീതിയിൽ. പക്ഷെ അവിടെയും ഇന്റർവെല്ലും ഫൈറ്റ് ഭയങ്കരമായ വെടിവെച്ചുകളും ജലവീരങ്കിയല്ല പീരങ്കിയും ഗുസ്തിയും എന്തൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും എവിടെ ഒന്ന് കണക്ട് ചെയ്യുന്നില്ല. നമ്മൾ എവിടെയും നമ്മളൊന്ന് കൈയടിക്കാനോ വിസിലടിക്കാനോ ഒന്ന് പിടിച്ചിരുത്താനോ പറ്റാതെ പോയ കുറെ ഫൈറ്റ് സീനുകളായിപ്പോയി എന്ന് ഞാൻ പറയും. പിന്നെ ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് ആ പടം കഴിഞ്ഞപാട് പിന്നെ ലാസ്റ്റ് ഒരു അരമണിക്കൂർ, ഈ അരമണിക്കൂറും പിന്നെയാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്നുണ്ടുള്ള സൂചനയും എന്താണ് അത് അതിലേക്ക് നീ കൊണ്ടുപോകുന്ന കുറച്ച് സീൻസുകളും കാര്യങ്ങളുമായിട്ട് അവസാനം മലൈക്കോട്ടെ വാലിബന്റെ സെക്കൻഡ് പാർട്ടും കൂടി വരുന്നുണ്ട് എന്ന രീതിയിലാണ് അവസാനിപ്പിക്കുന്നത്. പക്ഷെ അവിടെയും ഓക്കെ, അവിടെ എനിക്ക് കുറച്ചൊരു ഫീൽ ചെയ്തു, ഓക്കെ ഇവിടെയാണ് പടം തുടങ്ങുന്നത്, ഇവിടെയാണ് ശരിക്കും വാലിബന്റെ ആ കഥ പറയുന്നത് എന്നുള്ളത്. അത് സെക്കൻഡ് പാർട്ടിലേക്ക്. സോ ഫസ്റ്റ് പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ സിനിമ അല്ലെങ്കിൽ 2.5 മണിക്കൂർ സിനിമ എവിടെ എത്തിയിട്ടില്ല, എനിക്ക് കണക്ട് ആയിട്ടേ ഇല്ല. കണക്ട് ആയില്ല പറഞ്ഞാൽ ഒന്നാമത് ഇതിനൊന്നും ഇല്ല, അങ്ങനെ കൂടുതൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണോ, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ആ ഒരു വേവ് ലെങ്ത്തിൽ ഇരുന്ന് കാണാൻ പറ്റാത്തത് കൊണ്ടാണോ ഒന്നും അറിയില്ല. പക്ഷെ സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ, ലാലേട്ടൻ ഒരു ഫാൻ എന്ന നിലയിൽ 150 രൂപ 200 രൂപ കൊടുത്ത് ഒരു തിയേറ്ററിൽ പോയി 2.5 മണിക്കൂർ കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എന്നെ നിരാശപ്പെടുത്തി മലൈക്കോട്ടെ വാലിബൻ റിയൽ എന്താണ് ഫ്ലോപ്പ് ഫോർ മീ, ഫ്ലോപ്പ് സിനിമയാണ് എനിക്ക്. ഇനി രണ്ടാമത്തെ ഭാഗത്തിൽ ഭയങ്കര നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വരുന്നത്. പക്ഷെ എത്രമാത്രം ഞെട്ടുന്നുള്ളത് കണ്ടറിയണം, എന്താ നിനക്ക് സംഭവിക്കാൻ പോകുന്നുള്ളത് കണ്ടു തന്നെ അറിയണം മലൈക്കോട്ടെ വാലിബ സെക്കൻഡ് പാർട്ടില്. സോ ഇതിന്റെ പോസിറ്റീവ് പറയാതെ കാര്യം, പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അതിന്റെ വിഷ്വലൈസേഷൻ, ഒരു ഗംഭീര വിഷ്വൽ ഗംഭീര ഫ്രെയിമുകൾ ഉണ്ട്. പിന്നെ ഇതിപ്പോ രാജസ്ഥാനിലായതുകൊണ്ട് തന്നെ അത് കുറെ ഫോർട്ട് കാര്യങ്ങൾ, അതിന്റെ ഭൂപ്രദേശം ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നല്ലൊരു ഫ്രെയിം ഉണ്ട്. പിന്നെ ആർട്സ് ഡിപ്പാർട്ട്മെന്റ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് ഇത് ഒറിജിനൽ ആണെന്ന് തോന്നുന്ന കുറച്ച് ആർട്സ് പരിപാടികളും, പിന്നെ ഒരു മേക്കപ്പ്, അതിന്റെ വേഷഭൂഷാദികൾ കാര്യങ്ങൾ, മേക്കപ്പ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ആ ഒരു എഫേർട്ട് ഒബ്വിയസ്ലി യെസ്, ഓരോ സിനിമയ്ക്കും ഓരോ എഫേർട്ട് ഉണ്ട്. സോ ഇത്രയും ഗംഭീരമായ സെറ്റ് ഒരുക്കാനും ഇത്രയും കുറെ ആളുകളെ കൂട്ടി ഈ ഒരു സിനിമ, ഇത്തരത്തിലുള്ള സിനിമ എടുക്കാനും ഇങ്ങനത്തെ ഒരു കഥ, ഒരു പ്ലോട്ട് എടുക്കുന്നതിനുള്ള ഒരു എഫേർട്ട്, വലിയൊരു എഫേർട്ട് എല്ലാവരുടെ ഭാഗത്തും നടന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു ഈ പടം എന്നെ നിരാശപ്പെടുത്തി എന്നുള്ളത്. സോ ഐ ഡോണ്ട് നോ, ഇനി മലൈക്കോട്ടെ വാലിബൻ 2ാം ഭാഗത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കയില്ലയോ എന്നൊന്നും പറയുന്നില്ല. ഇതിന്റെ അഭിനേതാക്കളെ കുറിച്ചിട്ടും ലാലേട്ടൻ അല്ലാതെ എനിക്ക് വേറൊരാളാണ് ആ ഒരു വില്ലൻ വേഷം ചെയ്ത ആ ഒരു നോർത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു. മൂപ്പര് നന്നായിട്ട് ചെയ്യുന്നത്. പക്ഷെ ഒന്നും എനിക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി മലൈക്കോട്ടെ വാലിബൻ. സോ എനിവേ ഗൈസ്, നിരാശ. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് മീ. സൈനിങ് ഓഫ്.